ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ കമ്പനിയിലെ ആനുവൽ ഡേ കേട്ടോ. കുറച്ച് ദൂരം പോവാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വെളുപ്പിന് ഇറങ്ങി കേട്ടോ. വെളുപ്പിനെ ആയതുകൊണ്ട് കടകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ കണ്ട ഒരു കഫറ്റീരിയ കയറി നല്ല ചൂട് ഇഡ്ഡലി സാമ്പാറും ഒക്കെ മനസ്സിൽ പ്രതീക്ഷിച്ചു പോയതാണ്. അവിടെ ചെന്നപ്പോൾ ചേട്ടന്മാര് പറയുക ഇവിടെ പൊറോട്ട റോള് മാത്രമേ ഉള്ളൂ. രാവിലെ തന്നെ പൊറോട്ട കഴിക്കണ്ടല്ലോ, ഇച്ചിരി പ്രോട്ടീൻ ആകാന്ന് കരുതി കുറച്ച് ബോയിൽഡ് എഗ് അങ്ങ് കഴിച്ചു. പിന്നെ ഓടി വന്ന് വണ്ടിയെ കയറി തിരിച്ച് മീറ്റിംഗ് ഉള്ളിടത്തോട്ട് പോയി. ഓൾറെഡി ഇച്ചിരി ലേറ്റ് ആണ്. നമ്മൾ അങ്ങോട്ട് പോകുന്ന റോഡ് സൈഡിൽ വരെ എന്തുമാത്രം ചെടികളാണ്, എനിക്കറിയാൻ പാടില്ല ഇവരൊക്കെ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ റിസോർട്ടിലേക്ക് അങ്ങ് കയറുകയാണെ. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്, എന്തുമാത്രം പൂക്കളാ. നാട്ടിലെ അമ്മമാരൊക്കെ ഇത് കാണുവാണെങ്കിൽ ഉണ്ടല്ലോ സഹിക്കാൻ പറ്റത്തില്ല അവർക്ക്. അങ്ങനെ നമ്മൾ റിസോർട്ടിനകത്തോട്ട് കയറി. അപ്പം നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളും ഒക്കെ അവരെ ഏൽപ്പിച്ചു. നമ്മളപ്പോൾ ഡയറക്റ്റ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ഹാളിലേക്കാണ്. ഇപ്പം സമയം ഒരു 6:30 ആയിട്ടുള്ളൂ. പക്ഷെ ബീച്ചിന്റെ സൈഡ് ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല വെയിലാണ്. പിന്നെ ഇവിടുത്തെ വ്യൂ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടായിരിക്കും. UAE റാസൽ കൈമയിലെ ഇന്റർകോണ്ടിനെന്റൽ എന്ന് പറയുന്ന ഒരു റിസോർട്ടാട്ടോ ഇത്. ഒരു 2 days സ്റ്റേക്കേഷൻ. കണ്ടോ എന്ത് രസം ഇവിടെ കാണാനായിട്ട്. ഫുൾ പച്ചപ്പും. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ദുബായ് ആണെന്ന് പറയത്തില്ല കേട്ടോ. അതേപോലെയാണ് ഇവിടെ ഇവര് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഹാൾ ഒന്ന് പോയി നോക്കാം. അടിപൊളിയായിരുന്നു കേട്ടോ ഹാൾ കാണാനായിട്ട്. ഞങ്ങൾ ടോട്ടൽ ഒരു 80 പീപ്പിൾ ഉണ്ടായിരുന്നു. അത്രയും പേർക്ക് ഇരിക്കാനുള്ള ചെയറൊക്കെ അവർ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഹാളിനകത്തു നിന്നുള്ള ഒരു വ്യൂ ആട്ടോ ഇത്. ചെറിയ ചെറിയ ഐലൻഡ് പോലെ. ഇനി നമുക്ക് റെഡിയാകാം. ആക്ച്വലി നമ്മൾ ഇന്ന് സ്യൂട്ട് ആട്ടോ ഇടുന്നത്. എല്ലാവരും ഗ്രേ കളർ സ്യൂട്ട്. ഇതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം അവർ റൂം ഇപ്പോൾ അവൈലബിൾ അല്ല, വാഷ്റൂമിൽ റെഡി ആകണം എന്ന് ഓർത്തപ്പോഴത്തേക്ക് ഞങ്ങൾ ഓർത്തു വാഷ്റൂമിൽ എങ്ങനെ റെഡിയാകാനാന്ന്. പക്ഷെ വാഷ്റൂം എന്ന് പറയുന്നത് ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഔട്ട്ഫിറ്റ്. നമുക്കിനി ഹാളിലേക്ക് പോകാം. കുറച്ച് പേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഓരോരുത്തർ പ്രസൻറ്റേഷനൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും ഓരോരോ മൂലയിൽ ബിസി ആയിട്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വരാൻ തുടങ്ങി. നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പരിപാടിയൊക്കെ തുടങ്ങി. കുറേ അവാർഡ്സും സ്പീച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ പിള്ളേരെയൊക്കെ കുറച്ച് പാട്ടും കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഈ ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഒരു പാട്ടൊക്കെ കഴിഞ്ഞോടുകൂടി നമുക്കൊരു ബ്രേക്ക് കിട്ടി. പിന്നെ ഉച്ചയായി സമയം. എല്ലാവർക്കും വെളുപ്പിന് വന്നുകൊണ്ട് നല്ല വിശപ്പായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നിട്ട് കാണിക്കാം എന്തൊക്കെയാണ് സ്പെഷ്യലെന്ന്. സമയക്കുറവ് മൂലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ആകെ കൈ കിട്ടിയ കുറച്ച് ഫുഡ് അങ്ങ് കഴിച്ചു. ഇനിയിപ്പോൾ കൾച്ചറൽ പരിപാടികളാണ്. റാം വാക്ക് ഓൾറെഡി സ്റ്റാർട്ട് ആക്ച്വലി നമ്മുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇനിയൊന്ന് ഫ്രഷ് ആയിട്ട് ബീച്ച് സൈഡിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഞങ്ങൾ 3 പേരായിരുന്നു ഈ റൂമിൽ നിന്നത്. റൂമിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് തന്നെ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് വാഷ്റൂം കേട്ടോ. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ കാണിക്കാവേ. ഇപ്പൊ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകണം. കാരണം മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾറെഡി ലേറ്റ് ആയി. ഒരു ഫ്ലോറൽ പ്രിന്റ് ഉള്ള ഒരു ഫ്രോക്ക് ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത്. ഡിന്നറിൽ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ ട്രൈ ചെയ്തിട്ടില്ലാത്ത കുറേ സാധനങ്ങൾ അന്ന് ട്രൈ ചെയ്തു. അതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഈ കഴിക്കുന്ന സാധനം, സുഷി. ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഈറ്റബിൾ ആയിരുന്നു. എനിക്കങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അങ്ങനെ കഴിക്കാനായിട്ട് കുഴപ്പമില്ല. ഡിന്നറൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് ബീച്ച് സൈഡിലേക്കായിരുന്നു. അവിടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പാട്ടൊക്കെ പാടി നല്ല ഓളാക്കി. ഇപ്പൊ സമയം ഏകദേശം 1:30 ആയി. എന്നാലും ആൾക്കാരെല്ലാം ഫുൾ ഓൺ ആണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ബൈ.